ആശ്വാസം തോന്നുന്ന ഒരു വാർത്തയാണ് നിലവിൽ വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് തന്നെ ആശ്വാസകരമാണ്. ആ വിധി ഓർഡർ വരട്ടെ എന്നുള്ളതാണ് ഞാനിപ്പോ കാത്തിരിക്കുന്നത്. എല്ലാവരുടെയും ഇടപെടലാണ് ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് ന്യൂസിന് ഒഫീഷ്യൽ കൺഫർമേഷനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ആ വിധി വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു കേരളം കാത്തിരുന്നൊരു വിധിയാണെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഈ വിധിയിൽ ഇത് താൽക്കാലികമായി മരവിപ്പിക്കുന്ന വിധിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. തുടർന്ന് എങ്ങനെയായിരിക്കും ഇടപെടൽ നടത്താൻ താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? കാരണം നിമിഷപ്രിയയുടെ മോചനമാണ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നമ്മളൊക്കെയും ആഗ്രഹിക്കുന്ന കാര്യം. പൂർണ്ണമായും ഈ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മോചനത്തിനായി ഇനി എന്താണ് ചെയ്യാനാവുക? 9 വർഷക്കാലത്തിലേറെയായി നിമിഷ ആ ജയിലിനുള്ളിലാണ്. എന്ത് സാഹചര്യമാണെങ്കിലും ശരി, നമ്മുടെ ഒരു സഹോദരിയാണ് അവിടെ ജയിലിൽ കിടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾ ഒത്തിരി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എന്റെ പിതാവിന്റെ വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു അപകടത്തിലാവപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ അകപ്പെട്ട നിമിഷയെ മോചിപ്പിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു മോചനത്തിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന. അത് ഈ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വിധിക്ക് ശേഷം നമുക്ക് എന്താണോ സാഹചര്യം, ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് വേണോ അതെല്ലാം ചെയ്യും ഒന്നുള്ള സംശയമില്ല. ഈ കാര്യത്തിൽ ആദരണീയനായ കേരളത്തിലെ മുഖ്യമന്ത്രി 6 മാസം മുമ്പ് ഞാൻ കണ്ട് ഇത് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം ഇടപെടാന്ന് ഉറപ്പ് വന്നിരുന്നു. ഇടപെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഗവർണർ, ഞാനും എന്റെ അമ്മയും കൂടെ പോയി കണ്ടപ്പോൾ അദ്ദേഹം ചെയ്യാവുന്ന എല്ലാം ചെയ്തുകൊണ്ട് ഗവർണറിനപ്പുറം ഒരു മനുഷ്യനെ എങ്ങനെ പ്രവർത്തിക്കുമോ അങ്ങനെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു മലയാളിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പദവിയുടെ എല്ലാ അധികാരവും ഉപയോഗിച്ച് ഒരു പവർ എക്സസൈസ് ചെയ്തുകൊണ്ട് തന്റെ സ്ഥാനം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു സഹോദരിക്ക് വേണ്ടി ഇടപെട്ടത് കേരളം ഒരിക്കലും മറക്കുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് യമന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനടക്കം രാജകുടുംബത്തിലെ ആൾക്കാരടക്കം എല്ലാവരോടും സംസാരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വലിയ ഒരു ആദരവ് അദ്ദേഹത്തിനും ഉള്ളതാണ്. ഈ കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചെന്ന് കണ്ട നിമിഷം മുതൽ ഇന്ന് വരെ ആ ഒരു ഇടപെടൽ നടത്തുന്നു എന്ന് കാണുന്നതിനും വളരെയധികം ചാരിതാർത്ഥവും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർകൾ അദ്ദേഹത്തിന് യമനിലുള്ള തന്റെ കോണ്ടാക്ട്സ് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ സ്പിരിച്വൽ, ലീഗൽ ആയിട്ടുള്ള എല്ലാ മേഖലയിലെയും ആൾക്കാരെ ഉൾപ്പെടുത്തി ഒരു വാസ്റ്റ് എഫേർട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതും നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കേരളം ഒന്നാകെ, ഭാരതം ഒന്നാകെ ശ്രമിച്ചത്, അത് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ, കേരള സർക്കാർ ഉൾപ്പെടെ, വിവിധ മത മേലധ്യക്ഷന്മാരുൾപ്പെടെ നടത്തിയ ശ്രമം അത് സമീപകാലത്തൊന്നും കാണാത്ത ഒരു എഫേർട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിന് എല്ലാവിധമായ പിന്തുണയും ഇനിയും ഉണ്ടാകണം. നമ്മുടെ ആ സഹോദരി അവിടുന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ശ്രമിക്കാം എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. പക്ഷെ ഒരിക്കൽ കൂടി നന്ദി പറയേണ്ടത് കേരളത്തിലെ ഗവർണറിനോടാണ്. ഒരിക്കൽ കൂടി നന്ദി പറയേണ്ടത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിനോടാണ്. അതുപോലെ തന്നെ വിവിധ ആളുകൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എത്തണം. നമുക്ക് ഓർഡറിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഫൈനലായിട്ടുള്ളത്. ശരി, വളരെ നന്ദി ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചതിന്.